350 കോടി മുടക്കി സൂര്യയെ നായകനാക്കി ശിവയാണ് ഈ ചുരുക്കിയ കങ്കുവ. ഒരു തമിഴ് സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ നേടുമെന്ന് ആരാധകർ വിധി എഴുതിയ സിനിമ. സൂര്യയുടെ കരിയർ ബെസ്റ്റ് ആകുമെന്ന് ഏവരും പ്രതീക്ഷിച്ച ചിത്രം. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൈപ്ഡായ സിനിമ. പക്ഷേ എന്തായി? ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് എന്നുപോലും പറയാൻ സമ്മതിക്കാതെ, പറഞ്ഞ ഹൈപ്പിന് തെല്ലുപോലും നീതി പുലർത്താതെ എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് പോലുള്ള ഒരു നിലവിളിപ്പടം. വൈക്കിങ്സും ബാഹുബലിയും സമാസമം അരച്ച് 7ാം അറിവിലും സ്ട്രേഞ്ചർ തിങ്സിലും ചാലിച്ച് ശിവ പാസത്തിൽ കുറുക്കിയെടുത്തൊരു രസായനമാണ് കങ്കുവ. കഥയിലും അവതരണത്തിലും യാതൊരു പുതുമയും നൽകാതെ കടന്നുപോകുന്ന 2.5 മണിക്കൂർ കാഴ്ചയിൽ ഓർത്തിരിക്കാൻ പോകുന്ന ഒരു സീൻ പോലും പ്രേക്ഷകന് ചിത്രം സമ്മാനിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ്. 1070, 2024 കാലഘട്ടങ്ങളിലൂടെയാണ് കങ്കുവ കഥ പറയുന്നത്. കെട്ടുറപ്പില്ലാത്ത തിരക്കഥയുടെ പോരായ്മ അവതരണത്തിലുടനീളം പ്രകടമാണ്. സൂര്യയുടെ കങ്കുവ, ഫ്രാൻസിസ് എന്നീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക്. പാസ്റ്റും പ്രസന്റും മാറി മാറി വരുന്ന നോൺ ലീനിയർ ട്രീറ്റ്മെന്റ് പ്രേക്ഷകന് കനത്ത ആശയക്കുഴപ്പമാണ് നൽകുന്നത്. 2 കഥാപാത്രങ്ങളും ലുക്ക് കൊണ്ട് വ്യത്യസ്തമാക്കാൻ സൂര്യ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷകന് കൺവിൻസിംഗ് ആകും വിധത്തിൽ 2 റോളുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടെന്ന് പറയാതെ വയ്യ. ഇടയ്ക്കിടെ വന്നു പോകുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും മറ്റ് കഥാപാത്രങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ബോബി ഡിയോളിന്റെ വില്ലൻ കഥാപാത്രത്തിന്റെ കാര്യവും വ്യത്യസ്തമല്ല. നായകൻ 2 തവണ അലറിയാൽ വില്ലൻ 4 തവണ അലറും. 2 കമ്മ്യൂണിറ്റികൾക്കിടയിൽ നടക്കുന്ന കുളിപ്പകയുടെ പശ്ചാത്തലത്തിൽ മുൻപ് വന്നിട്ടുള്ള സിനിമകളിലെ ആവർത്തനം തന്നെയാണ് കങ്കുവയിലുമുള്ളത്. ഫൈറ്റ് സീനുകളിലും ഈ ആവർത്തന വിരസത അനുഭവപ്പെടുന്നുണ്ട്. ക്ലീഷേ പ്ലോട്ടാണെന്നത് ഒരു വശത്ത്. പല മാസ് മസാല സിനിമകളും ക്ലീഷേ പ്ലോട്ടിൻ്റെ അകമ്പടിയോടെ തന്നെയാണ് വരാറ്. പക്ഷേ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് സിനിമ പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിക്കും. കേന്ദ്ര കഥാപാത്രത്തോട് പ്രേക്ഷകന് തോന്നുന്ന ഒരു എമ്പതിയാണ് ആ എൻഗേജ്മെൻറ്റിൻ്റെ കാരണം. നിരാശാജനകമെന്ന് പറയട്ടെ, ആ കണക്ഷൻ തുടക്കത്തിലെ സിനിമയിൽ മിസ്സായി. സൂര്യയുടെ കട്ടയ്ക്ക് പിടിച്ചു നിന്ന് ദിശ പൊട്ടാനിയും യോഗി ബാബുവും ആവശ്യത്തിലധികം വെറുപ്പിച്ചിട്ടുണ്ട്. പാസ്റ്റിലേക്ക് വരുമ്പോൾ പലതരം അലർച്ചകളല്ലാതെ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല എന്നതാണ് സത്യം. ബ്രഹ്മാണ്ഡം പടച്ചുവിടാൻ പല ക്രൗഡ് സീനുകളും സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒടുക്കം ഇതെല്ലാം എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നിക്കുന്ന നിരവധി ചോദ്യങ്ങൾ സിനിമയിലുണ്ട്. പാസമില്ലാതെ ശിവയില്ല, ശിവയില്ലാതെ തമിഴ് സിനിമാ ഉലകത്തിൽ പാസമേ ഇല്ല എന്ന ഒരു ചൊല്ലുണ്ട്. അത് അന്വർത്ഥമാക്കും വിധം ഇതിലുമുണ്ട് ഒരു പാസം സ്റ്റോറി. പക്ഷേ അത് എന്തിനായിരുന്നു എന്നത് ശിവാനന്ദന് മാത്രം അറിയുന്ന രഹസ്യമാണ്. 2D പോലും ആർഭാടമായ ഒരു കഥയ്ക്ക് 3D ഫോർമാറ്റ് എന്തിനായിരുന്നു? ഇത്രയും ലാഗുള്ള ഒരു ഫസ്റ്റ് പാർട്ടിന് സ്റ്റാർ കാസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം സെക്കൻഡ് പാർട്ട് ആവശ്യമാണോ? സ്ഥിരം ശിവ സിനിമകൾ പോലെ തന്നെ ആർഭാടവും ബോറടിയും ഒന്നിച്ചു കൊണ്ടുവന്ന് നമ്മെ ഞെട്ടിക്കുന്ന ഒരു ബിലോ ആവറേജ് വർക്ക്. ഇനി ഇതിന് അതിഭീകര കളക്ഷൻ റെക്കോർഡുകൾ ലഭിക്കുകയാണെങ്കിൽ അതിന് കമ്പനി ഉത്തരവാദിയല്ല.